ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കാണലൊക്കെ കണ്ട പോലെ തന്നെ ഞാൻ ആക്ച്വലി നമ്മുടെ അമെക്സിൽ കിട്ടാൻ നമുക്ക് പോയിന്റ് ഉള്ളൂ. അതായത് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഉണ്ടല്ലോ, നമുക്കത് യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പർച്ചേസുകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ്സും സംഭവങ്ങൾ കിട്ടും. നമുക്ക് ആക്ച്വലി ഞാൻ പറയാറുണ്ട് ഇതിന്റെ പോയിന്റ്സ് നമുക്ക് കിടിലൻ സാധനമാണ്. ഞാനിപ്പോൾ ആക്ച്വലി ആമസോണിൽ നിന്ന് ഇത് അമെക്സിന്റെ പോയിന്റ്സ് കൊണ്ട് മാത്രം എൻ്റെ ഒരു 20,000 പോയിന്റ് ഉണ്ടായിരുന്നു. ആ പോയിന്റ്സ് കൊണ്ട് മാത്രം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. 5,000 രൂപയുടെ ഒരു ആങ്കറിന്റെ ഒരു പവർ ബാങ്ക് ഞാൻ വാങ്ങിച്ചു. സംഭവം ഇപ്പോൾ ഷിപ്പിംഗ് ആയിട്ടുള്ള ഞാനിപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഷിപ്പ് ഓർഡർ ആയതിൻ്റെ സംഭവം ഞാൻ അവിടെ കാണിച്ചു തരാം. അതുപോലെ തന്നെ അവരുടെ ആപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി അത് ആദ്യം വിചാരിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് വേറെ എന്തെങ്കിലും വലുതായി കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. എന്താ വെച്ചാൽ ഈസിയാണ്. മറ്റേ നമുക്ക് വൗച്ചറാക്കുക ഒന്നും ചെയ്യണ്ട. നമുക്ക് ഡയറക്റ്റ് ആമസോണിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആമസോണിൽ കയറി ലാസ്റ്റ് വീൽ എത്തുമ്പോൾ നിങ്ങൾ നമ്മുടെ അമെക്സ് കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിലൊരു എന്താ പറയുക, നമുക്ക് OTP വരുന്ന ഒരു പേജ് വരില്ലോ. ആ പേജിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് പോയിന്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റ്സ് ആ സാധനം ഉപയോഗിക്കാം. നമ്മൾ കാർഡിൽ നിന്ന് ക്യാഷ് പോവില്ല. അതൊരു കിടിലം പരിപാടി തന്നെയാണ്. ഞാനത് അമെക്സിന്റെ ആപ്പിൽ കാണിച്ചു തരാം. ഞാൻ നോർമലി ഇവരുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ബില്ല് എമൗണ്ട് അടയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ സാധനം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റൂട്ടാ. അതായത് ഓരോ ട്രാൻസാക്ഷൻ അടയ്ക്കാൻ പറ്റും, ടോട്ടൽ ബില്ല് അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ഇപ്പൊ എത്ര ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തപ്പോൾ ഒരു 500 ട്രാൻസാക്ഷൻ ഉണ്ട്, ഒരു 1000 ഉണ്ട്, ആ സ്റ്റേറ്റ്മെന്റിലുണ്ട് എന്ന് വെച്ചാൽ അത് നമുക്ക് ഈ ബില്ല് ഉപയോഗിച്ചിട്ട് റിഡീം ചെയ്യാൻ പറ്റൂട്ടാ. അയ്യോ, നമ്മുടെ അമെക്സിന്റെ സാധനം വരുന്നില്ലല്ലോ, എന്തോ സ്ലോ ആണെന്നുണ്ട്. അതോ എൻ്റെ BSNL കുഴപ്പമാണോ? ഞാൻ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം കുറച്ച് ഷോക്കാ BSNL. എന്താ സംഭവമോ? ഞാൻ എയർടെല്ലിലേക്ക് മാറിയാലോ എന്ന് ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ സാധനം ഇതിപ്പോൾ ഒന്നോളോട് 2-3 കൊല്ലമായി. ഇത് ഇനിയിപ്പോൾ ആദ്യം പാസ്വേഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനത് സ്ക്രീൻഷോട്ട് കിട്ടി ഞാൻ ഇടാട്ടാ. കിട്ടാനൊന്നുമില്ല, ജസ്റ്റ് ആ ഞാൻ പറഞ്ഞ സ്റ്റെപ്പില്ല ആ സംഭവം തന്നെ. നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പൊ അമെക്സിന്റെ പോയിന്റ് റേറ്റ് പറയാം. നിങ്ങൾ ഇതേപോലെ സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ്. അപ്പൊ എൻ്റെ എത്ര ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 18,000 പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 0.25 വെച്ച് ഇൻറ്റു 18,000 എന്താ 4,500 രൂപ നമുക്ക് ആക്ച്വലി അതിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല പരിപാടി ഉണ്ട്. അതായത് ഇവരുടെ പോയിന്റ്സ് വേരിങ് ആണ്. മാക്സിമം ഇവർക്ക് റേറ്റിംഗ് വരുന്നത് 30 പൈസയാണ്. അത് എനിക്ക് തോന്നുന്നു വൗച്ചർ ആക്കുമ്പോഴാണെന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവരുടെ പോയിന്റ്സിൽ വെച്ചിട്ട്. അപ്പോൾ നല്ല പരിപാടിയാണ്. ഞാൻ ആക്ച്വലി ആ ആങ്കറിന്റെ ഓർഡർ ചെയ്യാൻ മെയിൻ ഒരു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ റീസെന്റ് തന്നെ എന്താ പറയുക, ഞാൻ അത് സെപ്പറേറ്റ് വേറെ വീഡിയോയിൽ ചെയ്യാം. നമ്മൾ നോർമൽ എന്താ പറയുക പവർ ബാങ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഐഫോണിന് പണി കിട്ടുന്നുണ്ട്. അപ്പോൾ MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഈ ഐഫോണിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇപ്പോൾ ഞാൻ അത് ആക്ച്വലി ആ ആങ്കറിന്റെ പവർ ബാങ്ക് അൺബോക്സിംഗ് അതിന് കൂടെ പറയാട്ടാ. എന്ന് വെച്ചാൽ റീസെന്റ് എൻ്റെ ഫ്രണ്ടിന്റെ ഐഫോൺ പണി കിട്ടി. ഞാൻ ഉപയോഗിക്കുന്നത് സ്പീക്കറിന്റെ പവർ ബാങ്കും അതുപോലെ തന്നെ സ്റ്റഫ് കൂളിന്റെ ആണ്. അതുപോലെ തന്നെ ആംബ്രൈൻഡും ഉണ്ട്. അപ്പോൾ ഞാൻ ആംബ്രൈൻഡ് സ്റ്റഫ് കൂള് അങ്ങനത്തെ ബോട്ട് ഇതൊന്നും തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ അത് കാണുമ്പോൾ പറയാം. പിന്നെയാണ് ബെൽക്കിനായിട്ട് നല്ലത് ആൻകാനാണ് ക്വാളിറ്റി കൂടുതൽ. അപ്പൊ അതിൽ ഡിസ്പ്ലേ സംഭവമൊക്കെ ഉള്ളതാണ്. അതായത് ഒറിജിനൽ LCD ഡിസ്പ്ലേ ഒക്കെ ഉള്ളതാണ്. കളർ സംഭവമായിട്ട് എത്ര ചാർജ് ബാക്കിയുണ്ട് ഇതൊക്കെ അതിൽ കാണിക്കുക. അത് വരുമ്പോൾ അതുകൊണ്ടാണ് ഇത്ര പ്രൈസ്. പിന്നെ പോരാത്തതിന് അത് ഇമ്പോർട്ടഡ് സാധനമാണ്. അതുകൊണ്ടാണ് അതിന് പ്രൈസ് കൊടുത്തില്ല. നമുക്ക് ആമസോണിലൊക്കെയാണ്, ആമസോൺ തുടങ്ങി ഓർഡർ ചെയ്ത്. അപ്പൊ ഞാൻ അത് വരുമ്പോൾ അതിന്റെ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞു ഞാൻ മുമ്പേ ഇതിന്റെ അമെക്സിന്റെ എൻ്റെ 3 അമെക്സ് കാർഡുകളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ഒരു 3 ദിവസം മുമ്പ് നമ്മുടെ 2ാമത്തെ ചാനലിൽ ഞാൻ ഈ 3 അമെക്സ് കാർഡിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ മെയിൻ ചാനലിൽ എനിക്ക് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അമെക്സിന്റെ ചാർജ് കാർഡ് കിട്ടിയിരുന്നു, ഗോൾഡ് ചാർജ് കാർഡ്. അതിൻ്റെയും ഒരു റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ എല്ലാത്തിലും എടുത്ത് പറയുന്നതാണ്. ഇതിന്റെ പോയിന്റ്സിന്റെ കാര്യം എന്താ പറയാ, കിടിലൻ സംഭവമാണ്. ഇതിന്റെ പോയിന്റ്സിന് എക്സ്ട്രാ ചാർജ് സംഭവമൊന്നുമില്ല കേട്ടോ റിഡീം ചെയ്യാൻ. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതാണ് കുറവ്. നമുക്ക് 4-5 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൽ ഞാൻ എത്ര കാലം നമ്മൾ എന്താ പറയുക നോർമലി പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ അങ്ങനെ ഇട്ടിട്ട് പോവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെയായിട്ട് ബില്ല് അടയ്ക്കാൻ വന്നിട്ടില്ല. ഫുള്ളി പോയിന്റ്സ് വെച്ചുള്ള കളിയാണ്. ഞാൻ എന്താ വെച്ചാൽ നമുക്ക് ഏതിനാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടുക അങ്ങനെ സംഭവം ഇവരുടെ ആ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് നമ്മൾ പ്രത്യേകിച്ച് ആമസോൺ പർച്ചേസ് ചെയ്യുമ്പോഴും ഫ്ലിപ്കാർട്ട് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക്
പോയിന്റ്സിന്റെ റേറ്റിംഗ് കൂടുതലുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോയിന്റ്സ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ട്രാവൽ എക്സ്പെൻസിനൊക്കെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോയിന്റ്സ് കൂട്ടി നല്ല എമൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് വേണമെങ്കിൽ ട്രിപ്പ് അടക്കം വേണമെങ്കിൽ സ്പോൺസർ ആവാം. അതുകൊണ്ട് അത്രയ്ക്കും യൂസ്ഫുൾ ആയി സാധനം. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് വരാം എംഎക്സിന്റെ പോയിന്റ്സുകൾ. ശരിക്കും എംഎക്സ് ഇത്രയും ഹിറ്റ് ആവാൻ കാരണം അവരുടെ പോയിന്റ്സിന്റെ സിസ്റ്റം കാരണം തന്നെയാണ്. അത് വേറെ കാര്യം, ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹോം മൈക്കും അതൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ 3ാമത്തെ ചാനൽ ജയിച്ചു പോലെ കാണാത്തവർ പോയി കണ്ടുപോകുക. നമ്മളതിൽ ടെക്നിക്കലി ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോ അടിക്കാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.